മമ്പ്രന്തങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് കേരളക്കാർക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഖുത്ബുസ്സമാനാണ് അവിടുന്ന്. അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയുൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യമനിൽ നിന്ന് യഥാർത്ഥ ആദർശവുമായി കേരളത്തിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി അവിടുത്തെ സമ്മതത്തോടുകൂടെ കടന്നു വന്നവരാണ് ആ സാദാത്തുക്കൾ മുഴുവനും. അവരുടെ കാരണവന്മാരിൽപ്പെട്ട ആളുകൾ നേരത്തെ കേരളത്തിൽ മമ്പുറത്ത് ഉപ്പാപ്പയുടെ കാരണവന്മാർ നേരത്തെ കേരളത്തിൽ എത്തിയിരുന്നു. കാരണം പറഞ്ഞാൽ അമ്മാവന്മാർ ഷെയ്ഖ് ഹസൻ ജിഫ്രി, അതുപോലെ സയ്യിദ് ജിഫ്രി കോഴിക്കോട് ഖബർ ഷരീഫുള്ള ഈ രണ്ട് മഹാന്മാരും അവിടുത്തെ ഖദ്ദസല്ലാഹു അസ്റാറഹും അവരവിടുത്തെ കാരണവന്മാരാണ്. അവർ നേരത്തെ യമനിൽ നിന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഒരാൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ദഅവത്ത് നടത്തിയ ഷെയ്ഖ് ജിഫ്രി ഖദ്ദസല്ലാഹു അസ്ററുൽ അസീസ്, അവരുടെ സഹോദരനായ ഷെയ്ഖ് ഹസൻ ജിഫ്രി മമ്പുറത്ത് മക്കാമിൻ്റെ ഉള്ളിൽ ആ വലിയ മക്കാമുകളിൽ ഒന്ന് അവരുടേതാണ്. അത് മമ്പ്രതങ്ങളുടെ മറ്റൊരു വലിയ മാവനാണ്. അവർ മമ്പുറത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ദഅവത്ത് നടത്തിയത്. അങ്ങനെ ഏതാനും കാലം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ജിഫ്രി ഖദ്ദസല്ലാഹു അസ്ററുൽ അസീസ് വഫാത്തിനോട് അടുത്ത സമയത്ത് അവർക്കൊരു മോളുണ്ടായിരുന്നു. ഫാത്തിമ എന്നാണ് പേര്. അവരുടെ പ്രിയപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞു, ഞാൻ വഫാത്തായാൽ എൻ്റെ മകൾക്ക് നിങ്ങൾ പ്രായപൂർത്തിയായതിനു ശേഷം നല്ല ഒരാൾ വരും, ഒരാളെ കണ്ടെത്തി നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൾക്ക് ഏകദേശം 12 വയസ്സ് മുതൽ തന്നെ അവർ കല്യാണങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏത് ആള് വന്നാലും ഇതെനിക്ക് പറ്റിയ ആളല്ല, എന്നെ കാണിച്ചു കൊടുക്കരുത് എന്ന് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ഈ മകൾ പറയും. അങ്ങനെ ഇരിക്കെയാണ് ഇവരുടെയൊക്കെ പെങ്ങളെ മകനായ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി അൽ മംഫുറമി, പിന്നീട് മംഫുറമി ആയതാണ്, അവൽ അൽ യമനിയാണ്. മഹാനവറുകൾ 18ാമത്തെ വയസ്സിൽ കേരളത്തിലേക്ക് വരുന്നത്. 18ാമത്തെ വയസ്സിൽ അവർ വന്നപ്പോൾ വലിയ സ്വീകരണം കൊടുത്തിട്ടുണ്ട്. കാരണം 18ാമത്തെ വയസ്സിൽ അവർ കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഖുത്ബുസ്സമാൻ എന്ന പദവി കിട്ടിയതിന് ശേഷമാണ്. ഖുത്ബുസ്സമാൻ എന്ന പദവി കൊടുക്കുന്നത് മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മടവൂരിന് ഖുത്ബ് എന്ന പദവി അതെല്ലാം റസൂൽ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വ ഔലിയാക്കന്മാർക്കും ഖുത്ബിന്റെയും ഗൗത്തിന്റെയും ആ വിലായത്തിന്റെ പദവികളൊക്കെ കൊടുക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അങ്ങനെ മഹാനവറുകൾ 18ാമത്തെ വയസ്സിൽ ഖുത്ബുസ്സമാൻ ആയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ കുറച്ചു കാലം കോഴിക്കോട് അവിടുത്തെ അമ്മാവനായ ഷെയ്ഖ് ജിഫ്രി ഖദ്ദസല്ലാഹു അസ്ററുൽ അവരുടെ അടുത്ത് അവർ ഹയാത്തിലുണ്ട്, അവിടെ താമസിച്ച് പിന്നീട് പറഞ്ഞു, എനിക്ക് വലിയ അമ്മാവൻ്റെ അടുത്ത് സിയാറത്തിന് പോകണം. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേര സമയത്ത് അവിടുന്ന് അവർ ഒരു മഞ്ചലൊക്കെ തയ്യാറാക്കി. കാരണം ഖുത്ബുസ്സമാനാണ് ഇവർ. പഴയ കാലത്ത് രാജാക്കന്മാർ, വലിയ മഹാന്മാർ, പണ്ഡിതന്മാർ ഒക്കെ മഞ്ചലിലാണ്. ഇന്ന് അന്നത്തെ പോലെ കാറും സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർ മഞ്ചലിലൊക്കെയാണ് യാത്രയൊക്കെ ചെയ്യുക. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ശംസുൽ ഉലമ അവരൊക്കെ സ്ഥിരമായി മഞ്ചൽ യാത്ര ചെയ്തവരാണ്. അലുവായി അബൂഖുറൂസ്, അങ്ങനെ പഴയകാലത്ത് ഔലിയാക്കന്മാരൊക്കെ. അപ്പോൾ അങ്ങനെ മഞ്ചലിൽ കോഴിക്കോട് നിന്ന് മമ്പുറത്തേക്ക് അവർ യാത്ര ചെയ്ത് ഇശാ കഴിഞ്ഞതിന് ശേഷമാണ് മമ്പുറത്തെത്തിയത്. മമ്പുറത്ത് ഷെയ്ഖ് ഹസൻ ജിഫ്രി തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു പതിവുണ്ടായിരുന്നു, ഇശാ കഴിഞ്ഞാൽ മഖാമ് ക്ലോസ് ചെയ്യും. അങ്ങനെ ആ ഇശാഇന് ശേഷമാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ 18ാമത്തെ വയസ്സിൽ മമ്പുറത്ത് എത്തുന്നത്. അപ്പോൾ ചാവി ഉണ്ടാവുക, ആ ഒരു മഖബറത്തു ഷരീഫിൻ്റെ ചാവി ഉണ്ടാവുക അവിടുത്തെ പ്രിയപ്പെട്ട മകളായ സയ്യിദത്തുന ഫാത്തിമ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കയ്യിലാണ്, മകളുടെ കയ്യിലാണ്. അങ്ങനെ മമ്പുറം തങ്ങൾ സിയാറത്തിന് വേണ്ടി അവിടെ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഖാദിമീങ്ങൾ ബീവിത്താത്തനോട്, അതായത് മമ്പുറം തങ്ങളുടെ വല്യമ്മാവനായ ഷെയ്ഖ് ഹസൻ ജിഫ്രി തങ്ങളുടെ മകൾ ഫാത്തിമ ഖദ്ദസല്ലാഹു അസ്ററുൽ മഹാദിയോട് പറഞ്ഞു, ഇങ്ങനെ വലിയൊരു മഹാൻ വന്നിട്ടുണ്ട്, ഖുത്ബുസ്സമാനാണ്, അവർ നിങ്ങളുടെ ഉപ്പാൻ്റെ പെങ്ങളുടെ മകനാണ്, സിയാറത്തിന് അനുവാദം ചോദിച്ച് വന്നിട്ടുണ്ട്, സിയാറത്ത് ചെയ്യാൻ അവിടെ തുറക്കാൻ വേണ്ടി ചാവി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അന്ന് 15 വയസ്സ് പ്രായമുള്ള സയ്യിദന ഫാത്തിമ ഖദ്ദസല്ലാഹു അസീസ് അവർ പറഞ്ഞു, വന്നത് ഖുത്ബുസ്സമാനാണെങ്കിൽ ചാവി ഇല്ലാതെ തുറക്കാൻ സാധിക്കും, ചാവി വേണ്ട. ഇനി വന്നത് ഖുത്ബുസ്സമാൻ അല്ലെങ്കിൽ ഇന്ന് സിയാറത്ത് ചെയ്യേണ്ട, നാളെ തുറന്നിട്ട് സിയാറത്ത് ചെയ്താൽ മതി. ഈ വിവരം ഖാദിമീങ്ങൾ അവിടെ ചെന്ന് മമ്പുറത്ത് തങ്ങളോട് പറഞ്ഞു. മമ്പുറത്ത് തങ്ങൾ പറഞ്ഞു, നമുക്ക് സമ്മതം കിട്ടിയല്ലോ, ഇനി നമുക്ക് ധൈര്യത്തിൽ തുറക്കാം. അവർ ബിസ്മി ചൊല്ലി വാതിൽ തുറന്നു. ലോക്കഡായിരുന്ന വാതിൽ തുറന്നു. അവർ അമ്മാവൻ്റെ അടുത്ത് പോയി സിയാറത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വാതിൽ ക്ലോസ് ചെയ്ത് അതോടെ അത് ലോക്കഡായും ചെയ്ത്
അപ്പോൾ കാര്യങ്ങളൊക്കെ ബീവിത്താത്ത അന്വേഷിച്ചു. 15 വയസ്സുമാണ് മാത്രമാണ് പ്രായം. അവരന്വേഷിച്ചു. അപ്പോൾ എന്താണുണ്ടായത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബീവിത്താത്ത പറഞ്ഞു അതന്നെയാണ് എൻ്റെ പുതിയാപ്പിള. ആ ആൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അവർ 18ാമത്തെ വയസ്സിലാണ് വന്നത്. അതേ 18ാമത്തെ വയസ്സിൽ 15 വയസ്സുള്ള അമ്മാവൻ്റെ മകൾ സെയ്ദ് ഷെയ്ഖ് ഹസൻ ജഫ്രി ഖദ്ദസല്ലാഹു മഹാനവറുകളുടെ മകൾ ഫാത്തിമ എന്നവരെ കല്യാണം കഴിച്ച് അങ്ങനെയാണ് ആ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത്. ഞാൻ വിശാലമായ ചരിത്രം അമൃതങ്ങളുടെ ചരിത്രം പറയാൻ മണിക്കൂറുകൾ മതിയാവില്ല. ഇത്ര കളി ചിരി തമാശ പോലും കറാമത്തുകളെ കൊണ്ട് നിറഞ്ഞവരായിരുന്നു അമൃത തങ്ങൾ. ഒരാൾ അന്നത്തെ കാലത്ത് പോത്ത്, മൂരി, കാള അങ്ങനെയൊക്കെ ഉപജീവന മാർഗം അതൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരാളുടെ മൂരിയെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്നപ്പോൾ അമൃതങ്ങൾ പറഞ്ഞു ഇങ്ങനെ വലത്തോട്ട് പോയി ഇടത്തോട്ട് പോയി നേരെ പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും മനസ്സിലായില്ല. കുറേ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. അത് എന്താ ഈ പറയുന്നത്? അവ ആളോട് ചോദിച്ചു മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ കാലത്തൊരു തമാശ ഉണ്ട്. ഈ ചക്കിലാട്ടുന്ന ചക്ക് പഴയ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ഈ കുട്ടികളൊക്കെ ഇവിടുന്ന് ചക്ക് കാണാൻ, ചെക്കന്മാർക്ക് ചക്കറിയില്ല. നിങ്ങൾ ചക്കുണ്ടോ? പഴയ ചക്ക്. അത് എന്താട്ടുന്ന എല്ലാ സാധനങ്ങളും ആട്ടാൻ വേണ്ടി ഈ പശുവിനൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനമാണത്. അപ്പോൾ അന്നത്തെ ഒരു തമാശയാണ്, തിരിയാത്തവന് ചക്കൻ്റെ അടുത്ത് പോയാൽ തിരിഞ്ഞു പറഞ്ഞു. അത് തിരിഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുക, തിരിഞ്ഞ് കളിക്കും. അപ്പോൾ തിരിയാത്തവന് ചക്കൻ്റെ അടുത്ത് പോയാൽ തിരിഞ്ഞു പറഞ്ഞു. അമൃതങ്ങൾ അവസാനം പറഞ്ഞു ഇയാളോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ചക്കൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് തിരിഞ്ഞു പറഞ്ഞു. അപ്പോൾ അതൊരു തമാശയാണ് അന്നത്തെ കാലത്ത്. ഈ ആൾ ഏകദേശം അമൃതങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ വലത്തോട്ട് ഇടത്തോട്ട് ഞങ്ങൾ കുറേ പോയിട്ട് ലാസ്റ്റ് അമൃതങ്ങൾ പറഞ്ഞതല്ലേ ചക്കൻ്റെ അടുത്തും പോയി നോക്കാം. അപ്പോൾ ചക്കൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ആ ചക്ക ആട്ടാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട ആ മൂരിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് തമാശയിലൂടെ ഒരു കാര്യം, ഒരു കറാമത്ത് മഹാനവറുകൾ പറഞ്ഞത്. കറാമത്തെല്ലാം കൂടി ഇപ്പോൾ പറയുന്നില്ല, അത് പറഞ്ഞാൽ അത്രയും ദീർഘമാണ്. നമുക്ക് ആധികാരികമായി അറിയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് തന്നെ ധാരാളം നമുക്ക് പറയാനുണ്ട്. ചൂട്ട് കാണിച്ചു കൊടുത്ത് ഒരാളോട് കുറച്ച് ആൾക്കാർ ചൂട്ട് പൊന്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാ ആർക്കും തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ചൂട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ എന്താ സംഭവം? കുറേ കാലം കഴിഞ്ഞിട്ടാണ് സംഭവം മനസ്സിലാവുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾ കടലിൽ ദിശ തെറ്റി ശക്തമായ തിരമാലയിൽപ്പെട്ട് വഴിയറിയാതെ വിഷമിക്കുന്ന സമയത്ത് അവർ നേർച്ചയാക്കി മമ്പുറത്തെ തങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ കരയിലെത്തിയാൽ ഈ കപ്പലിലുള്ള ഞങ്ങളുടെ വാഹനത്തിലുള്ള ചരക്ക് മുഴുവനും അതിൻ്റെ സമ്പത്ത് മുഴുവനും മമ്പുറത്തെ തങ്ങൾക്ക് കൊടുക്കും. ആ സമയത്താണ് ചൂട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ആ വഴി കണ്ട് അവർ വന്നു, നേരെ മമ്പുറത്തെ തങ്ങളുടെ അടുത്ത് അവർ വന്ന് കാര്യങ്ങൾ പറഞ്ഞു വന്ന് ചരിത്രത്തിലുണ്ട്. അത്ര വലിയ കറാമത്ത് കാണിച്ച ആളാണ് മമ്പുറത്തെ പാപ്പ. മമ്പുറത്തെ പാപ്പാൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒറ്റ കാര്യം, 2 ഇഷമാരെ പേര് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഔക്കോയ മുസ്ലിയാർ, പരപ്പനങ്ങാടി ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് ആ കടലിനോട് ചേർന്ന് ആ NK ഉസ്താദ് ദീർഘകാലം 50 കൊല്ലത്തോളം ദർസ് നടത്തിയ ആ പള്ളി ഔക്കോയ മുസ്ലിയാർ. ഈ ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് ശിഷ്യന്മാർ അങ്ങനെയാണ് മുഴുവൻ ആൾക്കാരും. ഷെയ്ഖ് നൂണക്കടവ് ഷെയ്ഖ് സൈനുദ്ദീൻ റംലി, അവർ ഔക്കോയ മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കുറ്റൂർ കമ്മണ്ണി മുസ്ലിയാർ, അവരുടെ ശിഷ്യനാണ് വടകര, അവരുടെ ശിഷ്യനാണ് മടവൂർ. ഇപ്പം അപ്പുറത്ത് കൂടെ വഴികളോട് അങ്ങനെ കുറേ വഴികളുണ്ട്. അതിൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ ഉലിയാക്കന്മാർ, എല്ലാ ഉസ്താദന്മാരുടെ മുഴുവൻ പരമ്പരയും ഔക്കോയ മുസ്ലിയാരിലെത്തും. ആ ഔക്കോയ മുസ്ലിയാർ മമ്പുറത്തെ പാപ്പാൻ്റെ മുരീദാണ്. അതേപോലെ തന്നെ മമ്പുറത്തെ പാപ്പാൻ്റെ പ്രധാനപ്പെട്ട ഒരു മുരീദാണ് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മദീനത്ത് എന്നത് തുറന്ന ചരിത്രം നമുക്കറിയാം. ഉമർ ഖാലി വലിയ പണ്ഡിതനാണ്, ആലിമാണ്, സൂക്ഷ്മതയുള്ള ആളാണ്, സാഹിദാണ്. ആ മമ്പുറത്തെ ഇങ്ങനെ വലിയൊരു തങ്ങൾ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്, കുത്തുബാണെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ ചെന്ന ചരിത്രം ഉണ്ട്. ഉമർ ഖാലി തങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ചോദിച്ചോ ഇൽമുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ റെഡി തന്നെയാണ്, വെറുതെ പറഞ്ഞതാണോ കുത്തുബാണെന്നൊക്കെ വെറുതെ തട്ടിവിട്ടതാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു പണ്ഡിതൻ്റെ ബാധ്യതയുടെ ഭാഗമായിട്ട് ചെന്നിട്ട് മമ്പുറത്ത് തങ്ങൾ അവിടെ ഉണ്ട്. മമ്പുറത്ത് തങ്ങൾ വിളിച്ചു, ഉമർ ഖാലി തങ്ങളെ വിളിച്ചിട്ട് അലിഫ് പോലും കിട്ടുന്നില്ല, ഒരക്ഷരം കിട്ടുന്നില്ല, പഠിച്ചത് മുഴുവനും മറന്നുപോയി. അത് ഔലിയാക്കന്മാരെ പവറാണിത്. ഔലിയാക്കന്മാർക്ക് ഈമാൻ ഊരിക്കളയാനും തിരിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട്, ഇൽമ് മുഴുവനും കൊടുക്കാനും തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്, വിലായത്ത് കൊടുക്കാനും ഊരിയെടുക്കാനും അവകാശമുണ്ട്. ഉമർ ഖാലി തങ്ങളുടെ ഇൽമ് മുഴുവൻ ഊരിക്കളഞ്ഞു, അലിഫ് ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഉമർ ഖാലി തങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. മനസ്സിലായോ? മനസ്സിലായി. ലാസ്റ്റ് എല്ലാ അലിഫ് മുതൽ തിരിച്ചു കൊടുത്തു. രണ്ടാമത് അത് കുറച്ച് നൂറാനിയത്തും കൂടെ കലർത്തിയിട്ടായിരുന്നു ആ രണ്ടാമത് തിരിച്ചു കൊടുത്തത്. വല്ലാത്തൊരു ജീവിതമായിരുന്നു അവരമ്മിലുള്ള ബന്ധം. സുബ്ഹാനല്ലാഹ്. ഇത് മാത്രം ആലോചിച്ചാൽ എത്ര തമാശയിൽ കളിഞ്ചിരി വർത്താൻ ഓരോ സെക്കൻഡിലും കറാമത്ത് കാണിച്ച് ഈ പരിസരത്ത് പിന്നെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ CM വലിയുള്ളാഹിയാണ് ഖദ്ദസുൽ അസീസ്. അത്ര വലിയ മാത്രമുള്ള മമ്പുറത്തെ പാപ്പ. ഏതായാലും മഹാനവറുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതിനെ ഭാഗമായിട്ടുള്ള പല സമരങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത് പങ്കെടുത്ത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ചേറൂർ യുദ്ധം, ചേറൂർ ബ്രിട്ടീഷുകാർക്കെതിരെ
പാവപ്പെട്ട കർഷകന്മാർക്ക് നേരെ ബ്രിട്ടീഷുകാർ വെടിയുതിർത്ത സമയത്ത് അവിടെ ഒരു യുദ്ധം സമാനമായ സാഹചര്യം വന്നപ്പോൾ ചെറൂർ യുദ്ധത്തിൽ 93 വയസ്സുള്ള മമ്പുറം തങ്ങൾ നേരിട്ട് പോയിട്ട് വാളെടുത്ത് മുഖം മറച്ച് ആരാളാണ് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് ചരിത്രത്തിലുണ്ട്. മാരകമായി മുറിവേറ്റിട്ടുണ്ട്, മഹാമനകളുടെ കാലിൽ വെടിയുണ്ട ഏറ്റിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ തൊട്ടടുത്ത വർഷമാണ്. ഇതും കൂടെ ഒരു കാരണമാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആ 93-ാമത്തെ വയസ്സിലെ യുദ്ധം 94-ാമത്തെ വയസ്സിലാണ് മമ്പറത്ത പാപ്പ വഫാത്തായി പോകുന്നത്. അള്ളാഹു തആല അവിടെ മമ്പറത്ത പാപ്പാൻ്റെ ഒരു ഗുരുത്തം പൊരുത്തി ഈ മേഖല ഈ കേരളക്കാരെ വല്ലാത്തൊരു ഭാഗ്യം സിദ്ധിച്ചവരാണ്. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള ആളുകൾ, ഈ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, ഈ വയനാട്, ഈ പരിസരത്തുള്ള ആളുകൾ. കാരണം മമ്പുറം അതുപോലെ തന്നെ മടവൂർ വല്ലാത്ത 2 കേന്ദ്രങ്ങളാണ്. അള്ളാഹു തആല അതൊക്കെ അറിയേണ്ട രീതിയിൽ മനസ്സിലാക്കി മഹാന്മാരെ സ്നേഹിച്ച് അവർ എന്തിനാണോ മഹാന്മാരായത് അത് മനസ്സിലാക്കി. അല്ലാതെ അവിടെ നമ്മുടെ ദുനിയാവിൻ്റെ ചെറിയ ഒന്നും വിലയില്ലാത്ത ചെറിയ രോഗങ്ങൾ മാറാനും ദുനിയാവിൻ്റെ ചെറിയ എന്തൊക്കെയോ കാര്യങ്ങൾ നേടാനും വേണ്ടി മാത്രമാണ് നമ്മളൊക്കെ മമ്പുറത്തും മടവൂരൊക്കെ പോകുന്നത്. അതിന്